ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1 കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1 ജോഗ്രഫി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് കിരൺ. നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? അപ്പോൾ ഇത് ടെലഗ്രാം ഗ്രൂപ്പാണ് @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത്. ടെലഗ്രാം ചാനലാണ് @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറയുന്നത്. ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സാറല്ലേ പറഞ്ഞ് എന്താ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്, ജോഗ്രഫി ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യാൻ പോകുന്നുള്ളത്. ഓക്കെ, സമ്മതിച്ചു. നമ്മളിത് അനലൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിൽ ജോഗ്രഫിയിൽ ഒരുപാട് കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഡിഗ്രി പ്രിലിംസ് അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം ജോഗ്രഫി എന്ത് ചെയ്യണം, വിടണം. ജോഗ്രഫി, എക്കണോമിക്സ്, ഹിസ്റ്ററിയിലെ ടഫ് കോഴ്സസ് ഒക്കെ വിടണം, ബാക്കിയുള്ള കോഴ്സസ് മാത്രം ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ജോഗ്രഫിയുടെ ഒരു ടെക്നിക്കൽ വേർഡോ, ഓക്കെ, അതായത് ജോഗ്രഫിയുടെ ഇന്ന കൺസെപ്റ്റ്, ITCZന്റെ കൺസെപ്റ്റ്, ഓക്കെ അല്ലെ, മൺസൂണിന്റെ കൺസെപ്റ്റ്, അങ്ങനെയൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ നോർമലി സാധാരണ ജീവിതത്തിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ 5 ജോഗ്രഫി ക്വസ്റ്റ്യനും ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് PSC പുതിയ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് മനസ്സിലാക്കുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് PSC 6 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. ഒന്നിന്റെ പേര് ഫാക്ട് എന്നാണ്. അതായത് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അത് PSC പണ്ട് തൊട്ടേ ഉള്ളതാണ്. 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷനിൽ കറക്റ്റായ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എപ്പോഴാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രവേശ നടത്തിയിട്ടുണ്ടായിരുന്നത്? അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. 2 ടൈം ലൈൻ, അതായത് നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ടാവും, അതിന് നിങ്ങൾ ഓർഡറിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക. മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ടൈപ്പ് അസേഷൻ റീസൺ, ഓക്കെ, ഒരു അസേഷൻ ഉണ്ടാവും, റീസൺ ഉണ്ടാവും, അത് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ 6ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അനാലിസിസ് ടൈപ്പ്. ഇത് 2024 ഒരു LSTS എക്സാമിനാണ് നമുക്ക് ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഉണ്ടായിരുന്ന അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ ടേബിൾ ഒന്നുണ്ടാവും. അതായത് കുറച്ച് ഡാറ്റ ഞങ്ങളുടെ തന്നിട്ടുണ്ടാവും. ആ ഡാറ്റ കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നിട്ട് അത് നമുക്ക് 10th +2 ലെവലിലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇമ്പാക്ട് ബേസ്, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജന കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ അത് എക്കണോമിയിൽ സാമ്പത്തികമായിട്ടുള്ള ക്യാഷ് ഫ്ലോ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇമ്പാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ അനാലിസിസ് സ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ 2025 PSC ഈ ഡിഗ്രി പ്രിലിംസിൽ കൊണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, ചൂസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, മലയാളത്തിൽ വായിക്കാം. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും നന്നായി വിവരിക്കുന്നത് എന്ന് പറയുന്ന പാർട്ടിനെ മാത്രമാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ 4 കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കണം. നമ്മൾ സ്റ്റേറ്റ്മെന്റ് സാധാരണഗതിയിൽ ചെയ്യാൻ പറയുക, എല്ലാ സ്റ്റേറ്റ്മെന്റ് ഒന്നും വായിക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻസ് നോക്കുക, അതൊന്ന് എലിമിനേറ്റ് ചെയ്യുക. എലിമിനേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പറയുക. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ കോമൺ സെൻസ് ആണ്, ബേസിക് കോമൺ സെൻസ്. ഓക്കെ, ഒരു ബേസിക് ഫാക്ട് നിങ്ങൾക്ക് ആ ഒരു തന്നിരിക്കുന്ന വേർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രമേ ആര് നോക്കുന്നുള്ളൂ,
ഒരു PSC നോക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരും, പതുക്കെ എന്ത് ചെയ്യും, ഈ ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഓക്കെ അല്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അനാലിസിസ് ചെയ്യേണ്ടത്, എങ്ങനെ ഈ ജോഗ്രഫി ക്വസ്റ്റ്യൻ നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ? ഓക്കെ, അപ്പൊ അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ദുരന്ത നിവാരണ ആസൂത്രണം. അപ്പൊ ദുരന്ത നിവാരണ ആസൂത്രണം പറഞ്ഞാൽ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞു. ഓക്കെ, ഫോർ എക്സാമ്പിൾ മഴ പെയ്തു, വയനാട്ടിൽ എന്ത് ചെയ്തു, ഉരുൾപൊട്ടി. അപ്പൊ ദുരന്തം നടന്നു. ഇനി അത് എന്ത് ചെയ്യണം, എങ്ങനെ ബെറ്റർ ആയിട്ട് അവിടുത്തെ ആളുകൾക്ക് എന്ത് കൊടുക്കാം, സേഫ്റ്റി കൊടുക്കാം. കാരണം ദുരന്തം നടന്നു കഴിഞ്ഞ്, ഉരുൾപൊട്ടി കഴിഞ്ഞ് ഉരുൾപൊട്ടി എന്ന് പറഞ്ഞിട്ട് ആളെ വിടുകയല്ലല്ലോ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, ആക്ച്വലി അവിടേക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. ഓക്കെ, ഇനി വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണ്ടേ, എന്നിട്ട് അവിടെ നിന്നുള്ള ആളുകൾ മാറ്റി പാർപ്പിക്കണ്ടേ. ഓക്കെ, അവരെ വീട് പോയവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഇതിന്റെ പേരാണ് ആസൂത്രണം. കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദുരന്ത നിവാരണ ആസൂത്രണം പറഞ്ഞുകൊണ്ട് മാത്രം രണ്ട് ദുരന്ത നിവാരണ ആസൂത്രണം ഉണ്ട്. ഒന്ന് വരാൻ പോകുന്നതിന് മുമ്പ്, അതായത് എന്താ, കടലിൽ കൊടുങ്കാറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്. ഓക്കെ അല്ലേ? ഇവിടെ ന്യൂനമർദ്ദം വരാൻ സാധ്യതയുണ്ട്. മാപ്പിലൊക്കെ വാർത്തയിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ. വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. അതേപോലെ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. അതിന്റെ പേരാണ് ദുരന്ത നിവാരണ ആസൂത്രണം. ഓക്കെ, അതിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്. അപ്പൊ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ എന്താ ചോദിച്ചിരിക്കുന്നത്, പരിമിതിയാണ്. അതായത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇത്രയും കാര്യമൊക്കെയാണല്ലോ. അതെ. ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടൊരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നഗരപ്രദേശമുണ്ട്, ഒരു ഗ്രാമപ്രദേശമുണ്ട്. ഓക്കെ, അവിടെയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പുഴയുണ്ട്, എവിടെ എന്താ പറയാ മലയുണ്ട്, എവിടെ കാടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നഗരപ്രദേശം ഗ്രാമപ്രദേശമായി ഡിവൈഡ് ചെയ്തതിനു ശേഷം അവിടെയുള്ള മനുഷ്യന്മാരുടെ എന്താണ് പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു മാപ്പാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇതിൽ എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ക്ലാസ് അല്ല, ബേസിക് വെച്ചത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പോഗ്രാഫിക് മാപ്പുകളിൽ കാര്യം മനസ്സിലായി. അപ്പൊ മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ, അത് നമുക്ക് ഹോസ്പിറ്റൽ അറിയാൻ പറ്റും, ചർച്ച് അറിയാൻ പറ്റും, റെയിൽവേ സ്റ്റേഷൻ അറിയാൻ പറ്റും, ബസ് സ്റ്റാൻഡ് അറിയാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കൂൾ അറിയാൻ പറ്റും. അങ്ങനെയുള്ള മാപ്പാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഓക്കെ, ഈ കാര്യം മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ, അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു. ഓക്കെ, ഒരു മലയൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്താ ഒരു പ്ലെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ എങ്ങനെയുണ്ടെന്ന് തരുമല്ലോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഉയരം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ശരി, സമ്മതിച്ചു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാവുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇംഗ്ലീഷിൽ നമുക്ക് വായിച്ചു നോക്കാം. റിയൽ ടൈം ചേഞ്ചസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ റിയൽ ടൈം ചേഞ്ചസ് പറഞ്ഞാൽ എന്താ, ലൈവ് ആയിട്ട് കാണണം. അപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളി കാണുന്ന പോലെയാണ്. ഇപ്പൊ നമ്മുടെ RCB മാച്ച് ഒക്കെ കഴിഞ്ഞില്ല, അതുപോലെ ക്രിക്കറ്റ് കളി കാണുന്ന പോലെ ലൈവ് ആയിട്ട് കാണണം. ഇനി നിങ്ങൾ തന്നെ എന്നോട് പറ, ഓക്കെ അല്ലേ, ഒരു ദുരന്തം നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ദുരന്തം നടക്കാൻ വേണ്ടി വരികയാണ്, കാറ്റ് വീശിയിട്ട് എന്ത് ചെയ്യണം, വയനാട്ടിൽ ഉരുൾപൊട്ടാൻ പോവുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടും എന്ന് കാണിച്ചിട്ട് മാപ്പിൽ കാണിക്കാൻ പറ്റുമോ, ലൈവായിട്ട് കാണിക്കാൻ പറ്റുമോ മാപ്പിൽ? ഇല്ലല്ലോ. അത് എവിടെ നമ്മൾ കാണിക്കാൻ പറ്റുക, എന്താ പറയാ എന്താ ലൈവായിട്ടുള്ള TV-യിലോ മറ്റോ നമ്മൾ കാണിക്കുന്നതല്ലേ. അല്ലാതെ ടോപ്പോഗ്രാഫിക് മാപ്പിൽ നമ്മൾ ലൈവ് ആയിട്ട് ദുരന്തം നടക്കാൻ പോകുന്നു, അങ്ങനെ കാണിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ നമുക്ക് മാപ്പിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു ബേസിക് ആയ കോമൺ സെൻസ് അല്ലേ അതുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പരിമിതി എന്താ, ലൈവ് ആയിട്ട് തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവർക്ക് പറ്റിയെന്ന് വരില്ല. ഓൾറെഡി നമ്മൾ മാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ, അതിന്റെ ലൈവ് കാര്യങ്ങൾ നമുക്ക് മാറ്റി കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി എന്റെ ചോദ്യം, ഈ ഒരു സാധനം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് PSC ഒന്നും അറിയില്ല, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജോഗ്രഫിയിൽ കാര്യമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല എങ്കിലും ഒരു കോമൺ സെൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പരിമിതി അല്ലേ ചോദിച്ചത്, അപ്പൊ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. അത് ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ട്, A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
പക്ഷെ നമ്മൾ പറയുന്നത് അതുണ്ടെങ്കിലും ഏറ്റവും നന്നായി വിവരിക്കുന്നതായതുകൊണ്ട് നമുക്ക് 4 ഓപ്ഷൻ എന്ത് ചെയ്യണം, വായിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ട കാര്യമുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ. അവ ഉയരം ചിത്രീകരിക്കുന്നത് സ്റ്റാൻഡേർഡ് കോണ്ടൂർ ലൈനുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, എനിക്ക് കോണ്ടൂർ ലൈനെ കുറിച്ച് അറിയില്ല. എനിക്ക് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹോളിൽ ഇരിക്കുന്ന ഞാൻ എക്സാം ഹോളിൽ എഴുതുമ്പോൾ എനിക്കൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എനിക്ക് കോണ്ടൂർ ലൈൻ എന്നൊന്നും അറിയില്ല. നോ പ്രോബ്ലം. ഇത് നഗര ഗ്രാമീണ ഭൂപ്രകൃതികളെ വേർതിരിച്ചറിയാൻ അനുയോജ്യമല്ലാതാക്കുന്നു. ഓക്കെ, ഞാൻ ടോപ്പോഗ്രാഫി മാപ്പിന്റെ ബേസിക് പറയുമ്പോൾ എന്താ പറഞ്ഞത്, നഗര ഗ്രാമീണ ഭൂപ്രകൃതിയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ, എവിടെ സ്കൂൾ ഉണ്ട്, എവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേർതിരിച്ചറിയാൻ അനുയോജ്യമല്ലാതാക്കുന്നു പറഞ്ഞത് ശരിയാണോ? അനുയോജ്യമാക്കുകയല്ല ചെയ്യുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി പോയില്ലേ? പോയി. ഓപ്ഷൻ സി, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ജലശാസ്ത്രപരമായ സവിശേഷതകളെ കുറിച്ച് വിപുലമായ വിവരങ്ങൾ നൽകുന്നു. ഓക്കെ, പുഴ, നദി, ചെറിയ ചെറിയ കനാലുകൾ, അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, വിവരങ്ങൾ നൽകും. എന്നാൽ മനുഷ്യനിർമ്മിത അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുത്തുന്നു. ഞാനല്ലേ പറഞ്ഞു ഒരു ചർച്ച് ഉണ്ടാവും, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി എന്താ? പോയില്ലേ. ഓപ്ഷൻ ഡി, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ സ്ഥിരമായ ഭൂപ്രദേശ വിശകലനത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിനാൽ നഗരപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അവ ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, എൻ്റെ ചോദ്യം, ഇപ്പോൾ ഒരു ടോപ്പോഗ്രാഫിക് മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ എവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, എവിടെ ചർച്ച് ഉണ്ട്, എവിടെ മോസ്ക് ഉണ്ട്, എവിടെ ടെമ്പിൾ ഉണ്ട്, എവിടെ എന്തുണ്ട് ആക്ച്വലി, ഓക്കെ, എന്താ അതിൻ്റെ പേര്, എവിടെ സ്കൂൾ ഉണ്ട് എന്നെല്ലാം നമുക്ക് അറിയുന്നതല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മദ്യ ഷോപ്പ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്കൂളിന്റെ അടുത്ത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ. ഓക്കെ, അപ്പൊ അടിസ്ഥാന സൗകര്യ ആസൂത്രണത്തിന് ഇവ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്നതല്ലേ, ഹോസ്പിറ്റൽ, അങ്ങനെയൊക്കെ ഏത് ഹോസ്പിറ്റൽ എവിടെ വെക്കണം എന്ന് ഈ ടോപ്പോഗ്രാഫിക് മാപ്പ് നോക്കിയാൽ ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലേ. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ. ഓക്കെ, അപ്പൊ എ ബി സി ഡി പോയില്ലേ. എന്റെ ചോദ്യം, ഇത്രയും സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ കട്ടിയുള്ള എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? ജോഗ്രഫിയിൽ ഒരുപാട് എന്താ പറയാ, എക്സ്പ്ലനേഷൻ വേണ്ട ഒരു സബ്ജക്റ്റ് അല്ലേ ജോഗ്രഫി. ഓക്കെ, അതിൽ നമുക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ് വേർഡ്സ് ഇല്ലേ. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്, കോണ്ടൂർ ലൈൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ബേസിക് ആയ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച്, കൃത്യമായ കാര്യം ഉപയോഗിച്ച് തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവർക്ക് കഴിഞ്ഞേക്കില്ല എന്ന് പറയുന്ന ഒരു ലൈൻ ശരിയാണ് എന്ന് പറയാൻ ഒരുവിധപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയില്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ ഇതൊരു ടഫായിട്ടുള്ള എക്സാം ആണോ? അല്ലല്ലോ. ഓക്കെ, ഒരു മോഡറേറ്റ് എക്സാം അല്ലേ. ഇതൊന്ന് വായിച്ച് നോക്കണം എന്നേ ഉള്ളൂ, കോമൺ സെൻസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളൂ. ഓക്കെ അല്ലേ? പോട്ടെ, ഒരു മിനിറ്റ് സമയം നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം. ഓക്കെ, 5 മിനിറ്റ് എടുത്താൽ 5 മാർക്ക് എന്ത് ചെയ്തു, കയ്യിൽ കിട്ടി. ഓക്കെ, ഇനി 5 മിനിറ്റ് വേണ്ട, ഇത് കൃത്യമായിട്ട് ഈ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ലേ ഉള്ളൂ. അപ്പൊ ഇത് വിടണ? ഓക്കെ, നിങ്ങൾ തന്നെ പറ. ഓക്കെ, ഇത് വിടണ? ഇത് വിടാൻ പറ്റില്ലല്ല. ഓക്കെ, സോറി, ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, ഞാനത് ക്ലിയർ ചെയ്യാം. ക്ലിയർ? ഓക്കെ, അപ്പൊ അടുത്ത പ്രോസസ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും. ഓക്കെ, അപ്പൊ ഇത് ക്ലൈമറ്റും ജിയോമോർഫിക് പ്രോസസ്സും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിനാരിയോ ബെസ്റ്റ് ഇലൂസ്ട്രേറ്റ്. അപ്പൊ വീണ്ടും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എന്തും തമ്മിലുള്ള ബന്ധമാണ് ആക്ച്വലി. ഒന്ന് ക്ലൈമറ്റും ഒന്ന് ജിയോമോർഫിക് പ്രോസസ്സും തമ്മിലുള്ള ബന്ധമാണ്. ക്ലൈമറ്റ് എന്ന് വെച്ചാൽ എന്താ, അവിടെയുള്ള കാലാവസ്ഥ. അടുത്ത എന്താ, ജിയോമോർഫിക് പ്രോസസ് എന്ന് വെച്ചാൽ എന്താ, ഭൂരൂപീകരണ പ്രക്രിയ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നന്നായിട്ട് കേൾക്കുക. ഒരു ഭൂപ്രകൃതി ഉണ്ടാവണമെങ്കിൽ, ഭൂപ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മല, ഒരു പുഴ, ഒരു മണ്ണ്, ഒരു പീഠഭൂമി, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി, ഓക്കെ, ഒരു സമതലം, എന്തെങ്കിലും ഒരു ഭൂരൂപീകരണ പ്രക്രിയ ഉണ്ടാവണമെങ്കിൽ അവിടെയുള്ള കാലാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം. ഓക്കെ സാർ, മനസ്സിലായില്ല. ഓക്കെ, അന്റാർട്ടിക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അവിടെ ഐസാണ്. അവിടെ വെള്ളം ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ ചൂട് ഇത്തിരി കൂടണ്ടേ? അതെ, ചൂട് കൂടിക്കഴിഞ്ഞാൽ ഐസ് ഉരുകി എന്താവും, വെള്ളം ആവില്ലേ? അതെ.
ഇനി നമ്മൾ നിൽക്കുന്നത് ആർട്ടിക് ഓഷ്യനിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആർട്ടിക് ഓഷ്യനിൽ വെള്ളമാണ് ഉള്ളത്. അപ്പൊ അവിടെ ഐസ് ആവണം. ഐസ് ആവണമെങ്കിൽ അവിടെ തണുത്ത കാലാവസ്ഥ വരണ്ടേ? അതെ. ഓക്കെ. ഇനി എൻ്റെ അടുത്ത ചോദ്യം. ഓക്കെ. നല്ല കാറ്റുണ്ട്. കാറ്റ് കാലാവസ്ഥയിലുള്ളതല്ലേ? അതെ. അപ്പൊ നല്ല കാറ്റുണ്ട്, നല്ല മഴയുണ്ട്. ഈ കാറ്റും മഴയും പാറകളെ എന്ത് ചെയ്യുന്നു? ചെറുതായി പൊട്ടിക്കുന്നു. എന്നിട്ട് അവിടെ എന്ത് വരുന്നു? മണ്ണ് വരുന്നു. ഓക്കെ. ഈ മണ്ണിനെ ഒരു സ്ഥലത്ത് നിന്ന് ആ കാറ്റോ അല്ലെങ്കിൽ നദിയോ എന്ത് ചെയ്യുന്നു? വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഒരു സ്ഥലത്തിലെ മണ്ണ് പോകുന്നു, വേറൊരു സ്ഥലത്ത് എത്തുന്നു. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ. വേറെ ഞാൻ ടെക്നിക്കലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് നമ്പർ എ, കാര്യമായ അപക്ഷയം, അതായത് വെതറിങ്. ഓക്കെ. വെതറിങ് എന്നുള്ള പ്രോസസ് ഇല്ലാതിരുന്നിട്ടും വേഗത്തിലുള്ള നദീജന്യ മണ്ണൊലിപ്പ്, ഫ്ലൂവിയൽ ഇറോഷൻ, പ്രബലമായ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിന്റെ ടെക്നിക്കൽ തിങ് ഒന്നും എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം എന്താന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപക്ഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് മണ്ണിനെ എടുത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിനെടുത്ത് നദി എന്ത് ചെയ്യുന്നു? വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. കറക്റ്റ് അല്ലേ? അതെ. അതിന്റെ പേരാണ് അപക്ഷയം എന്ന് പറയുന്നത്. നിക്ഷേപം, ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മണ്ണിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നു. അതിന് ആദ്യം മണ്ണ് എടുക്കണ്ടേ? ഓക്കെ. ആദ്യം എന്ത് ചെയ്യണം? മണ്ണൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് നിന്ന് എടുക്കണമെങ്കിൽ പാറ അത് പൊട്ടിക്കണ്ടേ? അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഞാൻ ടെക്നിക്കൽ ഒന്നും പറയുന്നില്ല, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് മാത്രം നമുക്ക് വേണ്ടു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. കാരണം അപക്ഷയം നമുക്ക് ഒരുപാട് കാലം പഠിക്കാനുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ അപക്ഷയം ഇല്ല. ശരി. ഓക്കെ. ഇല്ല. അപക്ഷയം ഇല്ലെങ്കിൽ എൻ്റെ മക്കളെ, ഓക്കെ, വേഗത്തിലുള്ള നദീജന്യ മണ്ണൊലിപ്പ് എങ്ങനെ ഉണ്ടാവുക? ഇത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അല്ലേ? കോൺട്രഡിക്ടറി കാര്യമല്ലേ? അതായത് വെതറിങ് ഇല്ല, അതായത് അപക്ഷയേ ഇല്ല. ഇല്ലാതിരുന്നിട്ടെന്നല്ല പറയണത്, കാര്യമായ അപക്ഷയം ഇല്ല. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിക്കേ ആക്ച്വലി. ഓക്കെ. ഡിസ്പൈറ്റ് ദ ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കന്റ് വെതറിങ്, അതായത് കാര്യമായ അപക്ഷയം ഇല്ല. കറക്റ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നദി തന്നെ മണ്ണൊലിപ്പ് ഉണ്ടാവുക? നദി എങ്ങനെയാ മണ്ണിനെ കൊണ്ടുപോവുക? ഓക്കെ അല്ലേ? നദി എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോവുക? അപക്ഷയം നടക്കണ്ടേ? ഈ ഒറ്റ കൺസെപ്റ്റ് കൊണ്ട് തെറ്റാണെന്ന് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ബി, ഒരു പെരിഗ്ലേഷൻ പ്രദേശം, അതെന്താന്ന് എനിക്ക് അറിയില്ല. ഓക്കെ അല്ലേ? നമ്മളത് വിടുകയാണ്. എന്ത് ബി വിടുകയാണ് സാർ? അല്ല, പെരിഗ്ലേഷനും പ്രദേശം എന്നുള്ള സാധനം വിടുകയാണ്. അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറിയലും ഉരുകലും. ഓക്കെ. എന്റെ ചോദ്യം, ആവർത്തിച്ച്, അതായത് വീണ്ടും വീണ്ടും ഉണ്ട്. കറക്റ്റ്. തണുത്തുറയുന്നു, അതായത് എന്ത് പറ്റുന്ന ആക്ച്വലി? അവിടെ തണുക്കുന്നു. ഉരുകുന്നു പറഞ്ഞാൽ ചൂട് കൂടുന്നു. തണുക്കുന്നു, ചൂട് കൂടുന്നു. തണുക്കുന്നു, ചൂട് കൂടുന്നു. ഇപ്പൊ കാലാവസ്ഥയായില്ലേ? ഓക്കെ. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തണുപ്പ് വരുന്നു, കുറച്ചു കാലം എന്ത് ചെയ്യുന്നു? ചൂട് വരുന്നു, കുറച്ചു കാലം എന്ത് ചെയ്യുന്നു? കാറ്റ് വരുന്നു, കുറച്ചു കാലം എന്ത് ചെയ്യുന്നു? ആക്ച്വലി നല്ല കാലാവസ്ഥ, പൂക്കൾ പൂക്കുന്നു. ഇതല്ലേ കാലാവസ്ഥ? ചുറ്റും നോക്കിയാലുള്ളത്. അപ്പൊ ആവർത്തിച്ചിട്ടല്ലേ കാലാവസ്ഥ വരിക? എല്ലാ ജൂണിലും മഴയല്ലേ? ഓക്കെ അല്ലേ? എല്ലാ ഡിസംബറിലും തണുപ്പല്ലേ? എല്ലാ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂടല്ലേ? ഓക്കെ. നിങ്ങൾക്ക് അറിയുന്നല്ലേ? അപ്പൊ ആവർത്തിച്ചുള്ള തണുത്തുറിയലും ഉരുകലും കണ്ടിന്യൂസ് നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു. അത്രയൊന്നും എനിക്ക് അറിയില്ല. ആവർത്തിച്ചുള്ള തണുത്തുറിയലും ഉരുകലും ഭൂതല രൂപീകരണത്തിന് കാരണമാകുന്നു. തണുക്കുന്നു, ഉരുകുന്നു, തണുക്കുന്നു, ഉരുകുന്നു. എന്ത് ചെയ്യുന്നു? പുതിയ സാധനങ്ങൾ ഉണ്ടാവുന്നു. തണുത്തു കഴിഞ്ഞാൽ ഐസാവില്ലേ? ഹിമാനിയായി, പുതിയ സാധനമായി. ഓക്കെ അല്ലേ? ഉരുകി കഴിഞ്ഞാൽ പാറയൊക്കെ ഉരുകി, അല്ലെങ്കിൽ എന്ത് പറ്റി? ആക്ച്വലി ഐസ് ഉരുകി വെള്ളമായില്ലേ? അതെ. അപ്പൊ പുതിയ ഭൂതല രൂപീകരണം ഉണ്ടായില്ലേ? ഉണ്ടായി. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ബി ഒരു പ്രോസസ്സായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാ? ഉണ്ട്. സി, ഓക്കെ, നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? സിയും ഡിയും വായിച്ചേ പറ്റുള്ളൂ. സി, ഉയർന്ന താപനിലയും വരണ്ട സാഹചര്യവും കാരണം രാസപരമായ അപക്ഷയം, കെമിക്കൽ വെതറിങ്, ഭൗതിക അപക്ഷയത്തെ, മെക്കാനിക്കൽ വെതറിനെ മറികടക്കുന്ന ഒരു മരുഭൂമി പരിസ്ഥിതി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? 2. അപ്പൊ മരുഭൂമി പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആക്ച്വലി അവിടെ മരുഭൂമി പോലുള്ളൊരു സിറ്റുവേഷൻ ആണ്. അവിടെ എന്താണ്? അവിടെ നല്ല ചൂടാണ്, മണലാണ് അവിടെ ഉള്ളത്. ഓക്കെ. ഇനി രാസപരമായ അപക്ഷയം, കെമിക്കൽ വെതറിങ്. ഇനി കെമിക്കൽ വെതറിങ്ങിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് അറിയില്ല. നോ പ്രോബ്ലം. കെമിക്കൽ അല്ലെങ്കിൽ എന്താ? കെമിക്കൽ എന്ന വാക്ക് കേട്ട എന്താണ്? കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി മൂലകങ്ങൾ ചേരുന്നു, കൂടുന്നു, ക്ലോറിൻ, ഫ്ലൂറിൻ, HCl, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോ കെമിക്കലായിട്ട് മണ്ണ് എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകുന്നു. ശരി.
ഭൗതികമായി എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എന്ന് വിളിക്കാൻ പറ്റും. ഫിസിക്കൽ. ഓക്കെ. അപ്പൊ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ആരോ ഇടിക്കണ്, ആരോ അടിക്കണ്, ഓക്കെ, കാറ്റ് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു, മഴ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള വെതറിംഗ് ആണ് എന്ത്? ഭൗതിക അപക്ഷയം. എന്റെ ചോദ്യം ബേസിക് ആയിട്ട് എല്ലാവരുടെയും ചോദ്യം, എല്ലാവർക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഓക്കെ അല്ലേ? ഇവിടെ മണ്ണുണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു ഭൂരൂപീകരണം ഉണ്ടാവുന്നത് കെമിക്കൽ പ്രോസസ് ആണോ കൂടുതൽ വേണ്ടത്, അതോ ഫിസിക്കൽ പ്രോസസ് ആണോ കൂടുതൽ വേണ്ടത്? നിങ്ങൾ തന്നെ പറ. ചെറിയ ക്ലാസ് തൊട്ട് ഒരു 5ാം ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിക്കുന്നതല്ലേ? മഴ പെയ്യുന്നു, വെള്ളം എന്ത് ചെയ്യുന്നു, പാറയുടെ പുറത്ത് വീഴുന്നു, പാറയുടെ മണ്ണ് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു എന്ന് പഠിക്കുന്നതല്ലേ? കാറ്റ് വീശുന്നു, കാറ്റൊരു മണ്ണിനെ കൊണ്ടുപോകുന്നു എന്ന് പഠിക്കുന്നതല്ലേ? മരുഭൂമിയിൽ ഒരു മണ്ണ് വേറെ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ എന്താ വേണ്ടത്? കാറ്റല്ലേ വേണ്ടത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ട് HCl-ഉം HNO2-ഉം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഓക്കെ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? രാസപരമായ അപക്ഷയം ഭൗതിക അപക്ഷയത്തെ മറികടക്കുന്നു. കെമിക്കൽ വെതറിംഗ് എക്സീഡ്സ് എന്ത്? മെക്കാനിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിംഗ്. അങ്ങനെ ആയതുകൊണ്ട് നമുക്കൊരു എന്താ പറയാ പുതിയ ഭൂരൂപീകരണം അല്ലെങ്കിൽ പുതിയ സംഭവം ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ. അപ്പൊ ഓപ്ഷൻ സി എന്ത് ചെയ്തു? പോയി. ഓപ്ഷൻ ഡി, സമുദ്രനിരപ്പ് ഉയരുകയും കൊടുങ്കാറ്റ് പ്രവർത്തനം വർദ്ധിക്കുകയും ചെയ്തിട്ടും തുടർച്ചയായ നിക്ഷേപം അനുഭവപ്പെടുന്ന ഒരു തീരപ്രദേശം. ഓക്കെ അല്ലേ? ഇനി എന്റെ ചോദ്യം, നമ്മുടെ വീട്ടിന്റെ അടുത്ത് കൊടുങ്കാറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. തിരിച്ച് അങ്ങോട്ട് പോയപ്പോ ഓക്കെ വീണ്ടും കൊടുങ്കാറ്റ്. ഓക്കെ. നമ്മൾ വീണ്ടും തിരിച്ചു വന്ന്, തിരിച്ച് അങ്ങോട്ട് പോയപ്പോൾ വീണ്ടും കൊടുങ്കാറ്റ്. ഓക്കെ. നമ്മൾ വീണ്ടും തിരിച്ചു വന്ന്, ഇത്രയും 3 പ്രാവശ്യം കൊടുങ്കാറ്റ് വന്നേ. എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വീട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ അല്ലേ? ഉണ്ടെന്ന് ആരെങ്കിലും പറയണ്ട. എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ? ഇല്ല. ആ വീട് ഒരു 10 നിലയായിട്ട് കയറി ഉണ്ടാവോ? ഇല്ലല്ലോ. ഓക്കെ. അല്ലെങ്കിൽ വീടിന്റെ സാധനങ്ങൾ എന്താ പറയാ എല്ലാം കൂടി വലിയൊരു സംഭവം, വലിയൊരു സ്ട്രക്ചറായി മാറി ഉണ്ടാവോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് മക്കളെ തുടർച്ചയായ നിക്ഷേപം ഉണ്ടാവുക? ഓക്കെ അല്ലേ? സമുദ്രനിരപ്പ് ഉയർന്നു, കൊടുങ്കാറ്റ് പ്രവർത്തനം എന്ത് ചെയ്തു? വർദ്ധിച്ചു. എന്നിട്ടും തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം? നിക്ഷേപം ഉണ്ടാവണം. എന്റെ മക്കളെ, നിക്ഷേപം ഉണ്ടാവണമെങ്കിൽ ആദ്യം ആ കൊടുങ്കാറ്റ് ഒരു സ്ഥലം വേറെ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആക്ച്വലി ഓക്കെ അല്ലേ? അവിടെ നിന്ന് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ഇടണം, അവിടെ നിന്ന് വേറെ സ്ഥലത്ത് ഇടണം. എങ്ങനെയല്ല നിക്ഷേപം ഉണ്ടാവുക? എങ്ങനെ അവിടെ തുടർച്ചയായ നിക്ഷേപം ഉണ്ടാവുക? ഇല്ലല്ലോ. ഓക്കെ. ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് അല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കോമൺ സെൻസ് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാ? ഓപ്ഷൻ ബി അല്ലേ? അപ്പൊ നിങ്ങൾ ഏത് ടിക്ക് ചെയ്യും? ഓപ്ഷൻ ബി ടിക്ക് ചെയ്യും. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത്, which of the following statement best explains how India's geomorphical features influence the monsoon climate? ഓക്കെ അല്ലെ? ഇന്ത്യയുടെ ജിയോമോർഫിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ് മൺസൂൺ ക്ലൈമറ്റിന് എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ ഇന്ത്യയുടെ സവിശേഷതയാണ് നോക്കേണ്ടത്. ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് മൺസൂൺ എന്ന് പറഞ്ഞ കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ടെക്നിക്കലായി നമ്മൾ ഒന്നും ഡിസ്കസ് ചെയ്യില്ല. മൺസൂൺ എന്ന് വെച്ചാൽ എന്താ? മഴ പെയ്യണം. കറക്റ്റ് അല്ലേ? അതെ. ഇന്ത്യയിൽ മാത്രമാണോ മഴ പെയ്യുക, അതോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ? എല്ലാ ഭാഗത്തും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മൺസൂൺ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ഓക്കെ ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഒരു ലോകത്തിന്റെ ഒരുപാട് ഭാഗത്തുനിന്നുണ്ട് മൺസൂൺ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു മഴ പെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? എങ്ങനെയൊക്കെയാണ് മഴ പെയ്യുക? നിങ്ങൾ തന്നെ പറ. വെള്ളം വേണം. ആ വെള്ളമാണോ നീരാവിയായിട്ട് പോകുന്നത്? അതെ. അത് മുകളിൽ പോയി മേഘമാവണോ? അതെ. ആ മേഘത്തെ തടയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? പർവ്വതം വേണം. ആ മേഘം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി കാറ്റ് വേണം. ഓക്കെ അല്ലേ? വീണ്ടും താഴെ വന്ന് വെള്ളമായി താഴെ വന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തെ പിടിച്ചു വെക്കാൻ വേണ്ടി മണ്ണ് വേണം. ഇത്രയും ഞാൻ കഥാപ്രസംഗം നടത്തിയിരുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആക്ച്വലി മഴ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് സാധനം വേണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ, ഹിമാലയങ്ങൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വടക്കോട്ട് പോകുന്നത് തടഞ്ഞ് അവയെ നദീ പ്രദേശങ്ങളിൽ വൃഷ്ടി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഒരു മല തടഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? മേഘത്തിനെ തടഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ആക്ച്വലി മഴ ഉണ്ടാക്കുന്നു. ശരി, ഓക്കെ. എന്നാൽ ഡെക്കാൻ പീഠഭൂമിക്ക് മൺസൂൺ വിതരണം ചെയ്യുന്നതിൽ യാതൊരു പങ്കുമില്ല. എന്റെ ചോദ്യം, ഇപ്പോഴല്ലേ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ഒരു മഴയെ
പ്രതിനിധീകരിക്കുന്നതിൽ കാര്യം വരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഡെക്കാൻ പീഠഭൂമിക്ക് മൺസൂൺ വിതരണം ചെയ്യുന്നതിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് മക്കളെ ശരിയാവുക? ഓക്കെ അല്ലേ? അങ്ങനെ ഒരു പങ്കുമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അപ്പൊ ഓപ്ഷൻ എ പോയില്ലേ? പോയി. ഓപ്ഷൻ ബി, പടിഞ്ഞാറൻ ഘട്ടം, കിഴക്കൻ ഘട്ടം, ഹിമാലയം, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് ബലങ്ങൾ. എനിക്ക് ഓറോഗ്രാഫിക് ബലം ഒന്നും അറിയില്ല, നോ പ്രോബ്ലം. കാറ്റിന്റെ വഴിതിരിവ്, മഴനില മേഖല എന്നിവ വഴി മൺസൂൺ മഴയിനെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഓക്കെ അല്ലെ? അതായത് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ഘട്ടം, പടിഞ്ഞാറൻ മല, കിഴക്കൻ ഘട്ടം, കിഴക്കൻ മല, ഓക്കെ അല്ലെ? ഹിമാലയം, ഹിമാലയം മല, ഡെക്കാൻ പീഠഭൂമി, പീഠഭൂമി സ്ഥലം, ഓക്കെ അല്ലെ? ഓറിയോഗ്രാഫിക് ബലം എന്താണെന്ന് അറിയില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഇതെല്ലാം കൂടി വെച്ചിട്ട് കാറ്റിനെ വഴിതിരിക്കുന്നു. മഴനില മേഖല എനിക്ക് അറിയില്ല, മഴ എന്തോ ചെയ്യുന്നു. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? മൺസൂണിനെ സ്വാധീനിക്കുന്നു. അതല്ലേ കറക്റ്റ് ആയിട്ടുണ്ടാവുക? അതെ, ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. എന്റെ ചോദ്യം, ഓക്കെ, ഞാൻ ഇരിക്കുന്നത് പാലക്കാടാണ്. അപ്പൊ പാലക്കാട് പോലുള്ള മഴയാണോ നിങ്ങൾ ഇരിക്കുന്ന എറണാകുളത്ത് ഉണ്ടാവുക? അല്ല. എറണാകുളത്തുള്ള മഴയാണോ നമ്മൾ ഇരിക്കുന്ന കോഴിക്കോട് ഉണ്ടാവുക? അല്ല. ഓക്കെ, കോഴിക്കോടുള്ള മഴയാണോ ട്രിവാൻഡ്രത്ത് ഉണ്ടാവുക? ഒരു കേരളത്തിൽ തന്നെ മഴ പെയ്യുന്നത് ഇത്ര അധികം വ്യത്യാസമുണ്ടെങ്കിൽ ലോകത്തെല്ലായിടത്തും വ്യത്യാസം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രാദേശിക വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ ബി ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് ടിക്ക് ചെയ്യാനായിട്ടില്ല. സിയും ഡിയും എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. ഭാരതത്തിന്റെ അർദ്ധദ്വീപാകൃതിക്ക് മൺസൂണിനെ നേരത്തെ സ്വാധീനിക്കാനാവില്ല. ഓക്കെ, എന്റെ ചോദ്യം, ഒരു സ്ഥലത്തിന്റെ സ്ട്രക്ചറിന് കാറ്റിനെ സ്വാധീനിക്കാൻ പറ്റില്ല, അതേപോലെ എന്താ മേഘത്തെ സ്വാധീനിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ശരിയാക്കാൻ പറ്റുക? ഓക്കെ അല്ലേ? അത് തന്നെ മനസ്സിലായി നമുക്ക് എന്താണ് എന്താ ആ സംഭവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ENSO, എല്ലിനോ ദക്ഷിണ ദശാകലനം അറിയില്ല. അന്തർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അറിയില്ല. അതായത് ഇതൊന്നും നമുക്ക് എക്സാമിന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല എന്ന് പറയാൻ പറ്റും. കഴിഞ്ഞു. ഓക്കെ, ഡി, താർ മരുഭൂമി ഒരു ഉയർന്ന മർദ്ദമേഖല സൃഷ്ടിച്ച് ഈർപ്പമുള്ള കാറ്റുകൾ ആകർഷിക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും ഒരേ രീതിയിലുള്ള മഴ ലഭിക്കുന്നത് സഹായിക്കുന്നു. ഓക്കെ അല്ലെ? ഓൾറെഡി അവിടെ മരുഭൂമിയാണ്. ഓക്കെ, അവിടേക്ക് എന്ത് ചെയ്ത് കാറ്റ് വന്ന് അവിടെ എന്ത് ചെയ്ത് ആക്ച്വലി മഴ ലഭിച്ചു. എപ്പോഴോ ഒരിക്കലാണ് അവിടെ മഴ ലഭിക്കുക. ഈ താർ മരുഭൂമിയിലുള്ള ഈ എന്താ പറയാ ഉയർന്ന താപനില, ഈ എന്താണ് ആക്ച്വലി ആ ചൂട് കാരണമാണോ? ഓക്കെ, ഇംഗ്ലീഷ് കുറച്ച് ബെറ്റർ ചെയ്തിട്ടുണ്ട്. യൂണിഫോം റൈൻഫാൾ അക്രോസ് ഓൾ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എല്ലാ പാർട്ടുകളിലേക്കും എന്താണ് ആക്ച്വലി മഴ വരാനുള്ള കാരണം ഈ താർ ഡെസേർട്ട്, അല്ലെങ്കിൽ താർ ഡെസേർട്ട് അതേ ഡെസേർട്ട് വേണേ എടുത്തോ, ഡെസേർട്ടും ഇങ്ങനെ വന്ന് ഹൈ പ്രഷർ വിൻഡ് സിസ്റ്റത്തിനെ കൊണ്ടുവന്ന് മോയ്സ്ചർ കൊണ്ടുവന്ന് കൊടുക്കുന്നതുകൊണ്ടാണോ? അല്ലല്ലോ. ഓക്കെ, ഒരാള് ഒറ്റയ്ക്കല്ലല്ലോ എല്ലാ സ്ഥലത്തും യൂണിഫോം റൈൻഫാൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി എന്റെ ചോദ്യം, ഇന്ത്യയിൽ എല്ലായിടത്തും യൂണിഫോം റൈൻഫാൾ ആണോ? അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാലക്കാട് സെപ്പറേറ്റ്, ഇവിടെ സെപ്പറേറ്റ്, വേറെ വേറെ സെപ്പറേറ്റ് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാവും പോയില്ലേ? ഓക്കെ അല്ലേ? ഹൈദരാബാദ് പോലെയാണോ കേരളത്തിന്റെ കാലാവസ്ഥ? അല്ലല്ലോ. ഇതുപോലെയാണോ ചിറാപുഞ്ചിയുടെ കാലാവസ്ഥ? അല്ലല്ലോ. ഇതെങ്ങനെ നമുക്ക് ശരിയായെന്ന് പറയാൻ പറ്റുക? ഓക്കെ, അപ്പൊ നിങ്ങളുടെ എന്ത് പോയി? ഡി പോയി. ഇനി നിങ്ങളിൽ ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഓപ്ഷൻ ബി ഉള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനായി ചെയ്യുന്നില്ലേ? ഇത്രയും നേരം ഞാൻ കഥാപ്രസംഗം നടത്തുന്നതിൽ ഞാൻ എന്തെങ്കിലും ടെക്നിക്കൽ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഒന്നും എനിക്ക് അറിയില്ല പറഞ്ഞിട്ട് വിടുകയല്ലേ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ വിടാൻ പറ്റുമോ? 5-ൽ 5 മാർക്കും കിട്ടില്ലേ? ഓക്കെ അല്ലേ? ഒന്ന് ലോജിക്കലായിട്ട് വായിച്ചു നോക്കിയാൽ പോരെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വിടണമെന്ന് പറയാനുള്ള കാരണമുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അത്ര എനിക്കുള്ളൂ. എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വിടണം എന്നതിനൊരു റീസൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും മൺസൂൺ ആണ്. ഓക്കെ, ആകെ അവർക്ക് ക്ലൈമറ്റിൽ എന്ത് ചെയ്തു? ആരോ കൈവശം കൊടുത്ത പോലെയാണ്. ഫുൾ ക്വസ്റ്റ്യൻ എന്താണ്? ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ക്ലൈമറ്റിലെ ക്വസ്റ്റ്യൻ, ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ കോംപ്ലക്സ് ഇന്റർപ്ലേ ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വേരിയബിലിറ്റി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ഇന്ത്യൻ മൺസൂൺ? ഓക്കെ, അപ്പൊ ഇന്ത്യൻ മൺസൂണിന്റെ ഇന്റൻസിറ്റിയും വേരിയബിലിറ്റിയും ഒക്കെ ബെസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, ഡൺ. ഭാരതീയ മൺസൂൺ സമുദ്രത്തിലും കരയിലുമുള്ള താപനില വ്യത്യാസത്താൽ മാത്രമാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഇപ്പോൾ തന്നെ പറ. ഓക്കെ അല്ലേ? മഴ പെയ്യാൻ വേണ്ടിയിട്ട് ആകെ സമുദ്രത്തിലും കരയിലുള്ള താപനില മാത്രമേ ഉള്ളൂ? അല്ലല്ലോ. ആഗോള കാലാവസ്ഥ സംഭവങ്ങളിലും ഇതിൽ ബാധിക്കുന്നേ ഇല്ല. 2 മിനിറ്റ് മുമ്പല്ലേ ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളെല്ലാം ബാധിക്കും. അത് ഇന്ത്യക്ക് പുറത്തുമുണ്ട്, അപ്പുറത്തും അന്താരാഷ്ട്ര കാര്യമുണ്ട്. എന്ത് ചെയ്യണം? കാറ്റ് വീശണം എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ? ഓക്കെ, ഡൺ.
ബി. ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അന്തർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ എനിക്കറിയില്ല, അതിന്റെ സ്ഥാനമാറ്റം ആ, ജെറ്റ് സ്ട്രീം ആ, ഭൗമശാസ്ത്ര പ്രത്യാഘാതങ്ങൾ, ഓറിയോഗ്രാഫിക് ഇഫക്റ്റ് ആ, ENSO സംഭവങ്ങൾ, എൽനിനോ ലാനിന ആ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത്. ഓക്കെ, എന്തൊക്കെയോ ഉണ്ട്, ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൺസൂൺ രൂപപ്പെടുത്തുന്നത്. ആ ഓക്കെ, ഇത് ശരിയാണ്, കറക്റ്റ്. സി, തെക്കു പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും പരസ്പരം ബന്ധമില്ലാത്ത വ്യത്യസ്ത പ്രതിഭാസങ്ങളാണ്. അവ പ്രാദേശിക കാസ്റ്റ് സിസ്റ്റത്തിനനുസരിച്ച് മാത്രമേ എന്താ പറയുക പ്രവർത്തിക്കുള്ളൂ. മൺസൂൺ വരുന്നത് പ്രാദേശിക കാറ്റ് സിസ്റ്റത്തിനനുസരിച്ച് മാത്രമാണ്. ഓക്കെ, അന്തർദേശീയ കാറ്റ് വീശിക്കൂടെ? ഓക്കെ, എല്ലായിടത്തും കാറ്റ് വീശിക്കൂടെ? ഇനി ഒരു മൺസൂണും വേറൊരു മൺസൂണും വ്യത്യസ്തമായ എന്താ പറയാ മൊത്തം ഒരു ബന്ധമില്ലാത്ത സംഭവമായിരിക്കും, ഒരാൾ പോയി തിരിച്ചു വരിക ചെയ്യുന്നത്. ഓക്കെ, ഇനി അതൊന്നും വേണ്ട, ടെക്നിക്കൽ ഒന്നും പോകണ്ട. അവ പ്രാദേശിക കാറ്റ് സിസ്റ്റത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുള്ളൂ, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഡി, പശ്ചിമഘട്ടവും ഹിമാലയവും മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു കാരണം മാത്രമാണ്. ശരി, ഇവ വേനൽക്കാല വളർച്ചയ്ക്കോ പ്രാദേശിക വ്യത്യാസങ്ങൾക്കോ കാരണമാവുന്നില്ല. ഓക്കെ, എന്റെ ചോദ്യം, മക്കളെ, നിങ്ങൾ താമസിക്കുന്നത് ഹിമാലയത്തിന് താഴെയാണെന്ന് വിചാരിക്കുക, ഒരു പർവ്വതത്തിന് താഴെയാണെന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾക്ക് നിറയെ മഴ കിട്ടില്ലേ? അതെ. ഓക്കെ, നിങ്ങൾ താമസിക്കുന്നത് എന്താ, ഒരു മരുഭൂമിയിലാണെന്ന് വിചാരിക്കുക, മഴ കിട്ടുമോ? ഇല്ല. എന്റെ ചോദ്യം, ഈ മല എന്ന് പറയുന്നത് പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് കാരണമാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പൊട്ടത്തരം അവിടെ വേറെ ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ലോജിക്കലി ഏതാണ് കറക്റ്റ് വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരിക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പോ ക്ലൈമറ്റ് റീജിയണൽ, പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പാലക്കാട് ചുരമാണ് അറിയേണ്ടത്. ഓക്കെ, ഞാൻ പാലക്കാട് ആയതുകൊണ്ട് എനിക്ക് പാലക്കാട് ചുരത്തിന്റെ കാര്യം അറിയാം. അതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ മുഴുവൻ പാലക്കാട് ചുരത്തിന്റെ കാര്യം പഠിക്കണമെന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ചുരം. ചുരം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പപ്പു ഉണ്ടെങ്കിൽ ഓർമ്മ വരണം, താമരശ്ശേരി ചുരം. അപ്പൊ എന്തിനാണ് ചുരമുണ്ടാക്കിയിട്ടുണ്ടാവുക? എന്താ പറയാ, യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ചുരം എവിടെയാ ഉണ്ടാവുക? ഒരു മലയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? സാധാരണ റോഡിലൂടെ പോകുന്നതിന് ചുരം നമ്മൾ പറയില്ലല്ലോ. അപ്പൊ നമ്മുടെ പപ്പു അണ്ണ എന്താ പറഞ്ഞത്, ഇങ്ങോട്ടോ അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ എന്താ പറയാ, വീഴുന്നാണ് അല്ലേ? ഓക്കെ, വണ്ടി ഒന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടോ ആയ പോയി പടച്ചോനെ എന്ന് വിളിച്ച് ഞാൻ നേരെ പോയി എന്ത് ചെയ്ത്, ഒരു മരത്തിൽ കുത്തി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ തന്നെ അവാർഡും കിട്ടി. അതല്ലേ കഥ. അപ്പൊ ചുരം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മലയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. നമ്മൾ പാലക്കാട് വിടുകയാണ്. ഓക്കെ, കാരണം നിങ്ങൾ എറണാകുളത്തുള്ളാണെങ്കിൽ പാലക്കാട് ചുരം നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലോ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ചുരം എന്ന് വെച്ചാൽ ഇത് മനസ്സിലായി. ഓക്കെ, അതിന് പ്രാദേശിക കാലാവസ്ഥയിൽ ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ എന്താണ്, കോഴിക്കോട് ചുരമുണ്ട്, കറക്റ്റ്. ഓക്കെ, പാലക്കാടാണെങ്കിൽ പാലക്കാട് ചുരമുണ്ട്. ഇനി വയനാടാണെങ്കിൽ വയനാട് ചുരമുണ്ട്. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എന്തുണ്ട്, നമ്മുടെ ഒരു മല സ്ട്രക്ചർ ഉണ്ടാവണം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ അതിനുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി എന്ത് ചെയ്യുന്നു, വിശദീകരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, എ, ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ തടയുന്നു. എനിക്കറിയില്ല, അതിനാൽ അവിടം വരണ്ട പ്രദേശമായി മാറുന്നു. ശരി, ഓക്കെ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, പ്രാദേശിക കാലാവസ്ഥയും മനുഷ്യ പ്രവർത്തനങ്ങളിലുള്ള സ്വാധീനം എന്ത് ചെയ്യണം, എന്താ പറയാ, ഏറ്റവും ബെസ്റ്റായി വിവരിക്കണം. അത് ബെസ്റ്റായി വിവരിക്കണ പോലെ എനിക്ക് തോന്നുന്നില്ല. ബി, ഇത് ജൈവ വൈവിധ്യത്തിനോട് തടസ്സമായി പ്രവർത്തിക്കുന്നു. ഓക്കെ, ഒരു ചുരു ഉണ്ടാക്കിയപ്പോ എന്ത് ചെയ്തു, ആക്ച്വലി ജൈവ വൈവിധ്യം എന്തായി, തടസ്സമായി. ഓക്കെ, മേ ബി പശ്ചിമഘട്ടത്തെയും ഡെക്കാൻ പീഠഭൂമിയും തമ്മിൽ വേദിച്ച്, എന്താ ഈ വേദിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതൊരു ബയോഡൈവേഴ്സിറ്റി ബാരിയർ ആണ്, ലിമിറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ബിറ്റ്വീൻ വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ഡെക്കാൻ പ്ലാറ്റു. വെസ്റ്റേൺ ഗാർഡ്സിന്റെയും ഡെക്കാൻ പ്ലാറ്റുവിന്റെയും ഇടയിലുള്ള ഫ്ലോറയും ഫോണയും എന്ത് ചെയ്യുന്നു, അത് എന്താ പറയാ, മൂവ്മെന്റിനെ ലിമിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, എന്റെ ചോദ്യം, ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാലാവസ്ഥയും മനുഷ്യ പ്രവർത്തനങ്ങളുമുള്ള വിപുലമായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സി, ഇത് കാലാവസ്ഥ ഗേറ്റ് വേ പ്രവർത്തിച്ചോട്ടെ. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കുവാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. ഇവിടെ സംഭവമുണ്ട്. ഓക്കെ അല്ലേ? ഇതൊരു കാലാവസ്ഥ ഗേറ്റ് വേ ആയി പ്രവർത്തിക്കുന്നു. അതായത് എന്ത് പറഞ്ഞാൽ ആക്ച്വലി ആ ഭാഗത്ത് കാലാവസ്ഥയിൽ എന്തൊക്കെയോ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ശരി, ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിച്ചോട്ടെ. അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. ഇപ്പൊ ചരിത്രപരമായ ബന്ധമില്ലേ,
നമ്മുടെ പപ്പുവണ്ണം പറഞ്ഞുകൊണ്ടല്ലേ ഈ കഥ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ജോക്സ് അപ്പാർട്ട്, ഓക്കെ, എന്റെ മക്കളെ കോയമ്പത്തൂരും പാലക്കാടും തമ്മിൽ ഒരു റിലേഷൻ വരാൻ വേണ്ടിയിട്ട് ഈ ചുരം കാരണം ഉണ്ടാവില്ലേ? വയനാട് ചുരത്തിലൂടെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവില്ലേ? സാമ്പത്തികമായിട്ടുള്ള കാര്യം ഉണ്ടാവില്ലേ? വണ്ടികൾക്ക് പെട്ടെന്ന് ഒരു മല കടന്ന് പോകാൻ പറ്റില്ലേ? അപ്പൊ പെട്ടെന്ന് ബിസിനസ് വളരില്ലേ? ഓക്കെ, ഇനി പറ, കാലാവസ്ഥയും മനുഷ്യ പ്രവർത്തനവും നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഏതാ? ഓക്കെ, സി അല്ലേ? ഓക്കെ, ഡി. ഇതിന്റെ പ്രധാന പ്രസക്തി ഗതാഗതവുമായി ബന്ധപ്പെട്ടാണ്. കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? കാലാവസ്ഥയിലോ ജൈവവൈവിധ്യത്തിലോ ഇത് അത്ര പ്രാധാന്യം സ്വാധീനിക്കുന്നില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നുമില്ല. ഓക്കെ, ഒരു ചുരം വെച്ചുകൊണ്ട് കാലാവസ്ഥയിലോ ജൈവവൈവിധ്യത്തിലോ യാതൊരു മാറ്റവും ഇല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏറ്റവും ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. ഓക്കെ, ഇനി നിങ്ങൾ വേണ്ട ക്വസ്റ്റ്യൻ. ഓക്കെ, എന്റെ അനാലിസിസ് കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞാൽ ഇത് വിടാൻ പറ്റില്ല. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് സമാധാനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. വലിയ ടൈമൊന്നും വേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, വിൽ യു ലീവ് ദീസ് ക്വസ്റ്റ്യൻസ്? ലീവ് ചെയ്യണമെങ്കിൽ റീസണോടെ താഴെ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ലീവ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറയാ, ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്യില്ല, ഉറപ്പായിട്ടും ചെയ്യും, എന്ത് ചെയ്യും? മാർക്ക് വാങ്ങും. 5 ഔട്ട് ഓഫ് 5 എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വാങ്ങാൻ പറ്റും. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരാൻ പോകുന്ന എക്സാംസിന് വരുമ്പോൾ നമുക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. ഓൾറെഡി നമ്മൾ അസേർഷൻ, റീസൺ, സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെന്താ അതിന്റെ വിവിധ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? കൺക്ലൂഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഓക്കെ, സോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് @കിരൺ സ്റ്റഡി സർക്കിൾ ആണ്. അപ്പൊ ഇതുപോലൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചെയ്യാന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ, അതായത് ITC ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത റൗട്ട് നിങ്ങളുടെ, സാർ അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, PSCക്ക് ഡീറ്റെയിൽ ആയി പഠിക്കണ്ടേ? പഠിക്കണം മക്കളെ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ അസേർഷൻ റീസൺ ആണെങ്കിൽ ഇതിന്റെ ടെക്നിക്കൽ ടേംസ് എല്ലാം ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ടെക്നിക്കൽ ടേംസ് പഠിക്കണമെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ബെസ്റ്റ് ഉചിതമായ വിശദീകരണം തരിക എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ട? എല്ലാം ടെക്നിക്കൽ ടേം അറിയേണ്ട കാര്യമില്ല. അത് ഏതാണെങ്കിലും എല്ലാ വർഷവും അറിഞ്ഞിട്ടേ ഹിസ്റ്ററിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉചിതമായ വിശദീകരണം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയില്ല. എക്കണോമിക്സിലെ മുഴുവൻ ടേമും അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉചിത വിശദീകരണം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയില്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക, കോമൺ സെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? ടിക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇതേപോലൊരു എന്താ പറയാ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.